അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ ദുറൂസുൽ അഖായിദിലെ രണ്ടാമത്തെ പാഠം ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന പാഠം വായിച്ച് ഇൻഷാ അല്ലാഹ് അതിൻ്റെ തദ്രീബാത്തും പറയാം. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. ലൈസ കമിസ്ലിഹി, അവനെപ്പോലെയില്ല. ഷൈഉൻ, ഒന്നും തന്നെയില്ല. ഉസ്താദെ, ക്ലാസ് പൊട്ടി. അബ്ദുള്ള പരിഭവിച്ചു. എങ്ങനെയാണ് പൊട്ടിയത്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അബ്ദുള്ള കരച്ചിലിൻ്റെ വക്കോളമെത്തി. മോൻ കരയണ്ട, എന്തായാലും ക്ലാസ് വെറുതെ പൊട്ടില്ല. നിങ്ങളാരും പൊട്ടിച്ചതുമല്ല, പിന്നെങ്ങനെ? കുട്ടികൾക്ക് ആകാംക്ഷയായി. ചായയുടെ ചൂട് താങ്ങാൻ ക്ലാസ്സിന് സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണത് പൊട്ടിയത്. ഏതു വസ്തുവിനും മാറ്റം സംഭവിക്കണമെങ്കിൽ അതിൻ്റെ ഘടകമല്ലാത്ത മറ്റൊരു ബാഹ്യശക്തി അതിൽ ഇടപെടണം. ഉസ്താദെ, അപ്പോൾ പഴം പഴുക്കുന്നതെങ്ങനെയാണ്? ഉസ്താദ് മറുപടി പറയുന്നു, ഉസ്താദല്ല, എത്തിലിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായി. മറുപടി പറഞ്ഞു, സ്കൂളിൽ പഠിച്ച ഓർമ്മ വെച്ച് ഫാത്തിമ സന പറഞ്ഞു. പഴം പഴുക്കുന്നത് എങ്ങനെയെന്ന് ഉസ്താദിനോട് കുട്ടി ചോദിച്ചപ്പോൾ ക്ലാസ്സിലെ മറ്റൊരു കുട്ടി പറയാണ്, എത്തിലിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായാണ് പഴം പഴുക്കുന്നത്. ഉസ്താദ് പറയാണ്, മിടുക്കി. ഉസ്താദ് അഭിനന്ദിച്ചു. മൃതദേഹം അളിയുന്നതും പച്ചപ്പഴം പഴുക്കുന്നതും ഇല പൊഴിയുന്നതും എന്നല്ല, ഏതൊരു വസ്തുവിലും ഏതൊരു മാറ്റമുണ്ടാവുന്നതും അതിൽ ഒരു ബാഹ്യശക്തി ഇടപെടുന്നത് കൊണ്ടാണ്. ഉസ്താദ്, ഈ പ്രപഞ്ചം ഉണ്ടായതെങ്ങനെയാണ്? മഹാവിസ്ഫോടനത്തിലൂടെ. ഹിബ പറഞ്ഞു, ശരി, അങ്ങനെ സങ്കൽപ്പിക്കുക. അപ്പോൾ പ്രപഞ്ചത്തിൽ ഒരു ബാഹ്യശക്തി ഇടപെട്ടിട്ടുണ്ടാവില്ലേ? തീർച്ചയായും കുട്ടികൾ, തീർച്ചയായും. ആ ബാഹ്യശക്തി ഏതാണ്? അല്ലാഹു തആല. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ആരാണ് അത് വിശദീകരിക്കുക? അപ്പോൾ വിശദീകരണം പറയാണ്, ഹാദി വിശദീകരിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ഘടകമല്ലാത്ത ഒരു ബാഹ്യശക്തി ഹാദി പറഞ്ഞു. ആയിവ അഹ്സൻത. നീളം, വീതി, ആഴം, സമയം, സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏതും പ്രപഞ്ചമാണ്. അപ്പോൾ നീളം, വീതി, ആഴം, സമയം, സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏതും എന്താണ്? പ്രപഞ്ചമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഇടപെട്ട ബാഹ്യശക്തി ഏതാണ്? ഇവ കൊണ്ട് അളക്കാൻ പറ്റാത്ത ഒരു ശക്തി. ആ ശക്തി ആരാണ്? അവനാണ് അല്ലാഹു തആല. അവൻ സൃഷ്ടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ്. അല്ലാഹു തആലാക്ക് ശരീരമുണ്ടോ? ആൻസർ, ഇല്ല. അവയവങ്ങളുണ്ടോ? ചോദ്യം വരുന്നു. അവയവങ്ങളുണ്ടോ? ഇല്ല. സ്ഥലമുണ്ടോ? ഇല്ല. അവൻ സ്ഥലകാലങ്ങൾക്ക് അതീതനാണ്. അല്ലാഹു തആല പറഞ്ഞു, ലൈസ കമിസ്ലിഹി ഷൈഉൻ. അല്ലാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. വഹുവ സമീഉൽ ബസീർ. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ, നബിയെ പറയുക, ഹുവല്ലാഹു അഹദ്, കാര്യം അല്ലാഹു ഏകനാണ്, അല്ലാഹു ഒരുവനാണ്. അല്ലാഹു സമദ്. അല്ലാഹു സമദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു നിരാശ്രയനാണ്. അല്ലാഹു തആല ആരെയും ആശ്രയിച്ചു കൊണ്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ലം യലിദ്, അവന് സന്തതിയില്ല. അവന് സന്തതിയില്ല, മക്കളില്ല. വലം യൂലദ്, അവൻ ആരുടെയും സന്താനവുമല്ല. അവന് മക്കളുമില്ല, അവൻ ആരുടെയും മക്കളുമല്ല. അബലം യലിദ്, അവന് സന്തതിയില്ല. വലം യൂലദ്, അവൻ ആരുടെയും സന്താനവുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യമായ ഒന്നും തന്നെയില്ല. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് വായിക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ നസ്റഹുൽ മഅന, അർത്ഥം എഴുതുക. 1, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അതിനർത്ഥം അവനോട് തുല്യമായ ഒന്നുമില്ല. വഹുവ സമീഉൽ ബസീർ, അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. മൂന്നാമത്തെ ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയുക, കാര്യം അല്ലാഹു ഏകനാണ്. 4, അല്ലാഹു സമദ്, അതിൻ്റെ അർത്ഥം അല്ലാഹു നിരാശ്രയനാണ്. 5, ലം യലിദ് വലം യൂലദ്, അവന് സന്തതിയില്ല, അവൻ ആരുടെയും സന്താനവുമല്ല. 6, വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യമായ ഒന്നുമേയില്ല.
ഇനി അടുത്ത് നുബയ്യിന് വ്യക്തമാക്കാനാണ്. ഒന്ന്, പഴം പഴുക്കുന്നത് എങ്ങനെയാണ്? ആൻസർ, എത്തിലിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായി. 2, ചൂടുവെള്ളം ഒഴിച്ച ഗ്ലാസ് പൊട്ടുന്നതെങ്ങനെ? ആൻസർ, ചൂട് എന്ന ബാഹ്യശക്തി അതിൽ ഇടപെട്ടതുകൊണ്ട്. 3, മഹാവിസ്ഫോടനം. മഹാവിസ്ഫോടനം എന്ന പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം വിശദീകരിക്കുന്ന ഒരു ശാസ്ത്ര സിദ്ധാന്തമാണ് മഹാവിസ്ഫോടനം. 4, പ്രപഞ്ചം. എന്തിനാ പ്രപഞ്ചം എന്ന് പറയുക? നീളം, വീതി, ആഴം, സമയം, സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്നതാണ് പ്രപഞ്ചം. ഇനി തഖ്സീസ്. ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കുക. 1, പഴം പഴുക്കുന്നത് എങ്ങനെയാണ്? ആൻസർ, എത്തിലിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായി. 2, ഈ പ്രപഞ്ചത്തിൻ്റെ ബാഹ്യശക്തി ഏതാണ്? ആൻസർ, അല്ലാഹു തആല. 3, അള്ളാഹുവിന് ശരീരമുണ്ടോ? ആൻസർ, ഇല്ല. 4, സൃഷ്ടികളിൽ നിന്ന് എല്ലാ നിലക്കും വ്യത്യസ്തനാണ് ആര്? ആൻസർ, അല്ലാഹു തആല. 5ാമത്തെ ഒരു ചോദ്യം ഇൻഷാ അല്ലാഹ് കുട്ടികൾ പാഠത്തിൽ നോക്കി ഉണ്ടാക്കുക. ഇതോടെ 2ാം പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിവ് പഠിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളിലും അല്ലാഹു തആല നമുക്ക് വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.